ദ സ്ട്രക്ചർ ഓഫ് ക്രിസ്റ്റൽസ് 1969 ഇറങ്ങിയൊരു പോളിഷ് സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ ക്രിസ്റ്റോഫ് സനൂസി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ ക്രിസ്റ്റോഫ് സനൂസിനെ പറ്റിയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡെബ്യൂ ഫീച്ചർ ഫിലിമാണ് ഈ സ്ട്രക്ചർ ഓഫ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അപ്പം ക്രിസ്റ്റോഫ് സനൂസി ഒരു ഫിസിക്സാണ് അയാൾ പഠിച്ചിട്ടുള്ളത് വാർഷോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അങ്ങനെ ഫിസിക്സ് പഠിച്ചുകൊണ്ട് ഈ സിനിമയുടെ കഥാപാത്രങ്ങൾ ഫിസിക്സാണ്. അതിൻ്റെ പ്ലോട്ട് ഇങ്ങനെയാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് ഫിസിക്സ് കുറേ കാലത്തിന് ശേഷം ഒരാൾ മറ്റൊരാളെ കാണാൻ വരികയാണ്. അപ്പോൾ ഒരാൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് ഡബിൾ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് സയൻസിന് വളരെ കോൺട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ട് വളരെ പ്രശസ്തനായൊരു ഫിസിസ്റ്റാണ്. മറ്റാൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതം. അയാളൊരു മീറ്റിയോളജിസ്റ്റായിട്ട് ഒരു വെതറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി ഒരു റിമോട്ട് ഏരിയയിൽ വെരി ഒബ്സ്ക്യൂർ ആയിട്ടുള്ളൊരു ജീവിതം, വളരെ മിനിമലായിട്ടുള്ളൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മളെ ഫേമസ് ഫിസിസ്റ്റ് ഇവിടെ വരികയാണ്. ഇവർ രണ്ടുപേരും കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പം ഈ റിമോട്ട് വില്ലേജിൽ താമസിക്കുന്ന ആൾക്ക് ഭാര്യയുണ്ട്. ഒരു ഭാര്യയുടെയോ അയാളുടെയോ ഗ്രാൻഡ് ഫാദറുണ്ട് കൂടുതൽ. അവർക്ക് പൈസയൊന്നും അധികമല്ല, പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ പക്ഷേ വളരെ കാമാണ്, സെറീനാണ്, വലിയ ബഹളങ്ങളൊന്നുമില്ല ജീവിതത്തിൽ. അങ്ങനെ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനും അവർ തമ്മിൽ ജീവിതത്തെക്കുറിച്ചും കരിയറിനെ കുറിച്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ചർച്ച വരുന്നത്. 1969 സിനിമയാണ്. എഗെയിൻ ഒരു സ്ലോ സിനിമയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതൊക്കെ എങ്ങനെയൊക്കെ സിനിമകൾ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ചിലപ്പം ഇഷ്ടപ്പെട്ടോളണമെന്നുള്ളൂ. പക്ഷേ എന്നെ അത് വളരെ ഡീപ്പായിട്ട് കുറേ, ഞാൻ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റും ചെയ്തു ഇതിനെ പറ്റിയിട്ട്. ജനറലി ലിങ്ക്ഡിനിൽ കരിയറിനെ പറ്റിയിട്ട്, പക്ഷേ ഇതിൽ കരിയറിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണെന്ന് തോന്നി. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US വന്ന ആ ഫിസിസ്റ്റ്. മറ്റാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ചെയ്യാണ് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ റിമോട്ട് വില്ലേജിൽ ജീവിക്കുന്നതിന് പകരം തിരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അമേരിക്കയിലേക്കോ വല്ല സ്ഥലങ്ങളിലേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ ഫെയിമും പവറും മണിയും ഒക്കെ കിട്ടുന്നുള്ളതാണ്. പറയുന്നത് ഈ വേസ്റ്റ് ചെയ്യണമെന്നില്ല. അതിന് മറ്റാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വേസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഭയങ്കര ചോദ്യമാണ്. അതായത് സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് കരുതുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതം വേസ്റ്റ് അല്ലാണ്ടാവൂ എന്നുണ്ടോ? ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത്ര അച്ചീവ് ചെയ്യാത്ത ആൾക്കാരുടെ ജീവിതം വേസ്റ്റഡ് ആണ് എന്ന് തോന്നുന്നുണ്ടോ? നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം വേസ്റ്റായോ? ഇപ്പോൾ ധാരാളം ആൾക്കാരുണ്ട്, അവർ സമയമെടുത്ത് പഠിച്ച് ഒരു കരിയർ ഉണ്ടാക്കിയിട്ട് അറ്റ് വൺ സ്റ്റേജ് അവർ പറയും ഇനി ഇത് വേണ്ട എന്നുള്ളത്, അല്ലേ? എത്രയോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര കഴിവാണ്, ഇതിൽ ഭയങ്കര ഇതാണ്, പക്ഷേ എന്നിട്ട് അത് ഒന്നും ചെയ്യുന്നില്ല. അത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, അല്ലേ? ആൾക്കാരുടെ ചോയ്സസ്. ഇപ്പോൾ നമുക്ക് നമ്മളെ ജീവിതത്തിലും നമ്മളെ കരിയറിലൊക്കെ നമ്മൾ ചോയ്സസ് ഉണ്ടാക്കും. ചില ആൾക്കാരുടെ ചോയ്സ് വലിയ വലിയ കമ്പനികൾ ജോലിയെടുത്ത് കുറേ പൈസ ഉണ്ടാക്കുക, ഭയങ്കര ഫെയിം ഉണ്ടാവുക എന്നുള്ളതായിരിക്കാൻ മതി. ചില ആൾക്കാരുടെ അതായിരിക്കില്ല ചോയ്സ്. അപ്പം നമ്മളുടെ ചോയ്സുകൾ ഒക്കെ തന്നെ വേസ്റ്റാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് സമൂഹത്തിൽ കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പലപ്പോഴും സിനിമകൾ നമ്മൾ കാണുമ്പോൾ ആ സിനിമകൾ നമ്മളെ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളൂ. കാരണം ചിലപ്പോൾ പ്രോബ്ലി ലൈഫ്, കരിയർ, ഓപ്പർച്യൂണിറ്റീസ്, ടാലൻറ്റ്, വേസ്റ്റിംഗ്, ഹാപ്പിനെസ്, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കാൻ മതി. നമ്മളെ മനസ്സിലുള്ള ചിന്തകളാണ് നമ്മൾ സിനിമകളിലും വായിക്കുന്ന പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് മൂവി. ഇഫ് എഗെയിൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ പക്ഷേ ധനുഷിൻ്റെ വേറെ സിനിമകളൊന്നും മൂവിയിലില്ല. ഇത് പോകുന്നതിന് തൊട്ട് മുമ്പേ മൂവിയിൽ അവരുടെ only 2 days to watch എന്നുള്ളപ്പോഴൊക്കെയാണ് ഇരുന്ന് കണ്ടത്. ഞാൻ അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പോൾ ചാടിപ്പടഞ്ഞ് കാണുക എന്നുള്ളതല്ല. പക്ഷേ ഇതിൻ്റെ ആ ബ്ലേബ് വായിച്ചപ്പോൾ എനിക്കെന്തോ തോന്നി, രണ്ട് സുഹൃത്തുക്കൾ കാണുന്നു. നമ്മളൊക്കെ സുഹൃത്തുക്കളെ കുറേ കാലത്തിന് ശേഷം കാണുകയും ആ സൗഹൃദം പുതുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും
ചില ആൾക്കാരുമായിട്ട് നമുക്ക് വളരെ ഓപ്പണായിട്ട് പല കാര്യങ്ങളും പറയാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഓപ്പണായിട്ട് നമ്മളുടെ വൾണറബിലിറ്റി, നമ്മളുടെ ഇൻസെക്യൂരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റാൽ മതി. ലോകം നമ്മളെ എന്തോ വലിയ സംഭവമാണ് എന്ന് കണക്കാക്കുന്ന സമയത്ത് പോലും നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് എന്ത്, അങ്ങനെ ഈ വിചാരിക്കുന്ന മാതിരി അല്ല, വലിയ പ്രശ്നങ്ങളാണ്, എൻ്റെ മനസ്സിങ്ങനെ അങ്ങനെ കടന്നിട്ട് ഇതാവുകയാണ്. അപ്പം ചോദ്യം വരും, പേർപ്പസ് ഓഫ് ലൈഫ്, കരിയർ. എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ചില കാര്യങ്ങളിൽ. ഞാൻ അജൈൽ മലയാളി എന്നുള്ളൊരു ചാനൽ റൺ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് മോർ റിലേറ്റഡ് ടു കരിയർ, വെയർ ഐ കൈൻഡ് ഓഫ് ടോക്ക് മോർ അബൌട്ട് കരിയർ റിലേറ്റഡ് കാര്യങ്ങൾ. അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോളൂ. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു പ്രോബ്ലി തിങ്ക് അബൌട്ട് കരിയർ ആൻഡ് ലൈഫ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഈ സിനിമ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അടുത്ത സിനിമ ഏതാ കാണുന്നത് എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. കാണുമ്പോൾ അതിനെക്കുറിച്ച് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും കാണണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമനേന.